ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മളിട്ട ബീഡ്സ് വർക്കിൻ്റെ കോമ്പറ്റീഷനിലുള്ള വർക്കിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോയും കൂടിയാണ്. ബ്രേസ്ലെറ്റിന് വേണ്ടി നമ്മളിവിടെ ഇതിൻ്റെ ചെയിൻ എടുത്തിട്ടുണ്ട്, കൊളുത്തെടുത്തിട്ടുണ്ട്. ആ കൊളുത്ത് ഗോൾഡൻ ബീഡ് ആദ്യം ഇടണം. 2 ഗോൾഡൻ ബീഡ് ആദ്യം നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കൊളുത്ത് വെച്ചു, വീണ്ടും 2 ഗോൾഡൻ ബീഡ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ 2 സൂചിയിലായിട്ട് ഇങ്ങനെ ബീഡ്സ് കോർക്കുക. ഒരു വൈറ്റ് ബീഡ് 2 സൈഡിലും ഇട്ട് പിന്നെ ഒരു പിങ്ക് ബീഡുമാണ് ഇട്ടത്. പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയൊക്കെ എല്ലാവർക്കും പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കും. നമ്മൾ കുറേ വീഡിയോസിൽ ഈ ഒരു രീതിയിൽ ചെയ്തതാണ്. വീണ്ടും അതുപോലെ തന്നെ 2 വൈറ്റ് ബീഡ് ഇട്ട് ഒരു പിങ്ക് ബീഡും കൂടി ഇട്ട് ഇങ്ങനെ പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് ക്രോസ് ചെയ്തെടുക്കുന്നത്. ഈ രീതിയിൽ തന്നെ ഇങ്ങനെ ചെയ്തു പോയാൽ മതി, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 2 വൈറ്റ് ബീഡ് പിന്നെ ഒരു പിങ്ക് ബീഡ് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്ത് അവസാനത്തിൽ ഉക്കിടുന്ന ഭാഗമാണ് 2 ഗോൾഡൻ ബീഡ് ഇട്ടതിന് ശേഷം ആ ചെയിനിൻ്റെ റിങ്സാണ് ഇടേണ്ടത്. ജം റിങ്സ് ആണെങ്കിൽ ഉപയോഗിക്കുന്നെങ്കിൽ അത് പിന്നെ വീണ്ടും 2 ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സൂചിൻ്റെ ആവശ്യമില്ല. സൂചി ഒഴിവാക്കിയതിന് ശേഷം നമുക്കിങ്ങനെ നല്ല ടൈറ്റായി ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് 2-3 തവണ കെട്ടിക്കൊടുക്കണം. നമ്മളെ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെയും ചെയ്യാം. ഇനി ഇത് അഡീഷണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ 2 സൈഡിലും ബീഡൊക്കെ കോർക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. ടൈം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. നിങ്ങൾക്ക് മത്സരത്തിന് പോകുമ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തിൽ ആ ഗോൾഡൻ ബീഡിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഒന്ന് നൂല് കോർത്തെടുക്കുക. എന്നിട്ട് ആ ബീഡിൻ്റെ ലാസ്റ്റത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് ആ ഇടയിലൊരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, ആ ഗ്യാപ്പിലൊക്കെ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്നൊരു ഗോൾഡൻ ബീഡ്, ആ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോ ഗ്യാപ്പിലും നമ്മൾ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക. എല്ലാ ഗ്യാപ്പും ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ മറുവശത്തും ഈ നൂല് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ നൂലെടുത്താൽ മതി. ഈ ഒരു വശം കഴിഞ്ഞാൽ മറ്റേ വശത്തും ഇതുപോലൊന്ന് ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കണം. അവസാനത്തെ നമ്മൾ ഏകദേശം ഇത്ര ചെയ്ത് കഴിഞ്ഞു. അവസാനത്തെ ബീഡിലെത്തി. അവസാനത്തെ ബീഡ് ഇട്ടതിന് ശേഷം നമ്മൾ മുമ്പിട്ട ആ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചുറ്റി അപ്പുറത്തേക്ക് എടുക്കണം. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇതിലൂടെ ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും നമ്മൾ എല്ലാ ബീഡും കോർക്കാം. എല്ലാ ബീഡിൻ്റെ ഇടയിലൂടെയും ആ ഗോൾഡൻ ബീഡ് ഇങ്ങനെ കോർക്കുക. ഇത്ര പണിയുള്ളൂ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലാതെ നമുക്ക് ബ്രേസ്ലെറ്റ് റെഡിയാക്കാം. ഇതും കൂടി ചെയ്താൽ ഒന്നും കൂടി ഭംഗി കൂടുന്നുണ്ട് ബ്രേസ്ലെറ്റിന്. അവസാനത്തെ ബീഡ് ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഇടയിലൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൂചിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു കെട്ട് 2-3 കെട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു 3 തവണയെങ്കിലും ഒന്ന് നല്ലോണം വലിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ലൂസായി കിടക്കരുത്. 3 തവണ കെട്ടിയാൽ മതി. ആ കെട്ട് അതിൻ്റെ ഇടയിൽ വരുന്ന രീതിയിലായിരിക്കണം, മുകളിലേക്കൊന്നും കാണരുത്. നമ്മൾ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ബ്രേസ്ലെറ്റാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഹെയർ ബാൻഡിനും ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ്. ഇത് ബ്രേസ്ലെറ്റ്, മറ്റേത് നമ്മൾ ഹെയർ ബാൻഡിന് വേണ്ടി തുന്നിയതാണ്. ഹെയർ ബാൻഡിന് വേണ്ടി ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഇതിന്മേലൊന്ന് ഇതൊട്ടിക്കുക. അല്ലെങ്കിൽ നമ്മളിവിടെ വയറാണ് എടുത്തിട്ടുള്ളത്, നൈലോണിൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നൈലോണിൻ്റെ വയർ എടുത്തിട്ട് ആദ്യം ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. ആ നൂലിനെ ഒന്ന് അതിൽ ഫിറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. അതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ എയർ ബോമിൽ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി.
നന്നായി കെട്ടിയതിന് ശേഷം എയർ ബബിളിൽ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കൂടുതൽ നൂലെടുക്കണം. നമ്മൾ ചുറ്റി എൻഡിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചൊന്നും കൂടി ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് ഒന്നും കൂടി ചുറ്റണം. എന്നാലേ നന്നായിട്ട് നിൽക്കുള്ളൂ അവിടെ. ഈ നൂലുകൊണ്ട് ഇങ്ങനെ ഈ നൈലോൺ ത്രെഡ് കൊണ്ട് ചുറ്റിയത് കൊണ്ടുള്ള ഉപകാരം അത് കാണൂല, എത്ര ചുറ്റിയാലും നമുക്കത് വിസിബിൾ അല്ല. അതുകൊണ്ട് ഒരു ഭംഗി കുറവുണ്ടാവില്ല. ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്, തുടങ്ങിയ ഭാഗത്തിൽ തന്നെ എത്തി. എന്നിട്ട് നമ്മൾ ഇത് ആ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒക്കെ എടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. നമ്മൾ ആദ്യത്തെ ഒരു ബാലൻസ് നൂലുണ്ടായിരുന്നു അവിടെ, ആ നൂലിന്മേലൊന്ന് കെട്ടിക്കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന എയർ ബോൺ ഇത്. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ബോൺ കൂടി മത്സരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഏറ്റവും സമയമുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്താൽ മതി. ഏറ്റവും അവസാനം ചെയ്യേണ്ടതായിട്ടായിരിക്കണം ഇത്. ഇതിലും നമ്മൾ ബ്രേസ്ലെറ്റിന് ചെയ്ത പോലെ തന്നെ സൈഡിൽ ബീഡ് വെച്ചിട്ടുണ്ട്. അതും സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം എത്ര, അത് 3 മണിക്കൂറാണ് നിങ്ങൾക്ക് സമയം കിട്ടുക. ആ സമയത്തിനുള്ളിൽ എല്ലതും ചെയ്ത് തീർക്കാൻ ശ്രമിക്കണം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി എന്തൊക്കെ വീഡിയോസിൽ മാറ്റം വരുത്തണം, എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നൊക്കെ ഒന്ന് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.